ഹലോ മച്ചാന്മാരെ, എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ്, നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു ഗുണ കേവ് പോലെ നമ്മളെ ഒരുപാട് ഗുഹകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മളെ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നമ്മളെ മാറ്റിടാൻപാറയിലാണ് നമ്മൾ നിൽക്കുന്നത്. ബാ, നമുക്ക് എല്ലാ ഗുഹകളും ഒന്ന് കയറി കണ്ടിട്ട് തരാം. ബാ, നല്ല കയറ്റമുണ്ടല്ലോ അല്ലയാ നമുക്ക്. പക്ഷെ കയറി പോണത് റിസ്ക്കാണ് കേട്ടോ. നമ്മൾ ഏത് റിസ്ക്കും നമ്മൾ റിസ്ക് നമുക്കെല്ലാം റിസ്ക് സപ്പറ പഴയ ആറ്റു തുടങ്ങി. ഇവിടെ അങ്ങനെ വീടും കാര്യങ്ങളൊന്നുമില്ല. ഇതുവഴി പാറ ആ ഭാഗത്തായിട്ട് വരും, പക്ഷേ നമ്മളിങ്ങനെ കറങ്ങി പോകണം. ഈ കാണുന്നതാണ് കേട്ടോ പാറ. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതുവഴി വേണം ഇറങ്ങി പോവാൻ. ഇത്തിരി ഞാൻ മഴയൊക്കെ പെയ്ത് തെന്നി കിടക്കണോണ്ട് അത്യാവശ്യം നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് വേണം വരാൻ. വരുന്നവരെന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കണോണ്ട് എന്തായാലും ഇതിൻ്റെ മോളിൽ കയറി കഴിഞ്ഞാൽ വെള്ളമൊന്നും കിട്ടൂലെന്നറിയാം. അതുകൊണ്ട് ചെറിയൊപ്പിരി വെള്ളമൊക്കെ കൊണ്ടുവന്നു. ഇതിന് ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ എന്ന് കരുതി. അയ്യോ, ആ മോളിൽ കാണുന്നുണ്ടോ, ആ പാറയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതുവഴി വേണം നമുക്ക് നേരെ പോവാൻ. ആളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചെനിക്കൊന്ന് 2-3 ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ സ്പോട്ട്. ഫസ്റ്റ് സ്പോട്ട് ഇതാണ്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കടയ്ക്ക് ക്ഷേത്രം വരുന്നത്. ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ കടയ്ക്ക് ക്ഷേത്രം വരുന്നത്. അതേപോലെ ഇവിടെ വേറെ പാറ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് പോകേണ്ട ഞാൻ പറഞ്ഞില്ലേ, ആ ഗുഹ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകണം. അവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ അവിടെയാണ് നമ്മളിനി പോകേണ്ടത്. ഇതാണ് പോണ വഴി. ഞാൻ പറഞ്ഞില്ലേ, നല്ല റിസ്ക് ആയിട്ടുള്ള വഴിയാണ്. സൂക്ഷിച്ച് വേണം പോകാൻ. കയ്യിലൊരു കമ്പുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും നമുക്കല്ലേ. പിന്നെ നമുക്ക് കുറച്ച് നേരം ഈ റബ്ബറും കാട് വഴി ഇങ്ങനെ പോകണം. ആരൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പയ്യന്മാരാണെന്ന് തോന്നുന്നു. നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞ 3-4 ഗുഹ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ചെന്ന് കയറുന്നത് വേറെ ഒരു ഗുഹയിലോട്ടാണ്. ആ ഗുഹയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ നേരെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ഇവിടെ ഇപ്പം ഈ റീൽസിലും കാര്യങ്ങളിലൊക്കെ ഇത് അത്യാവശ്യം ഓടുന്നത് കൊണ്ട് എൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ആൾക്കാർ വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് വഴി തെറ്റി നോക്കണം. നമുക്ക് അങ്ങോട്ട് വേണം പോകാൻ. എന്താണ്ടേ, അങ്ങോട്ട് വേണം അവിടെ പോകാൻ. അത് വേറൊരു പാറയിലോട്ട് പോകണ വഴിയാണ്. അത് നമുക്ക് അങ്ങോട്ട് പോകാൻ വഴി. ഏതാണ്? അപ്പോൾ അതായിരിക്കും. വാ, ഇതിലെങ്ങനെ അല്ലേ, അത് ഭയങ്കര കുന്നല്ലേ. ഇത് കയറിയാല ഇത് കയറാം. അത്യാവശ്യം നല്ല കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ട, ഇനിയാ അങ്ങ് കയറി പോകണം. എനിക്ക് അറിയില്ലാണെങ്കിൽ എല്ലാവരും ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു വ്ളോഗ് ആരുമായിട്ട് ഇങ്ങനെ ഇട്ടിട്ടില്ല. ഇനി നമുക്ക് വേണ്ട അതൊരു കയറുന്ന നമുക്ക് ലൊക്കേഷനായി. ഒരു തവണ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ പരിചയം വെച്ചാണ് ഇവനെയും കൊണ്ട് പറയണത്. ഇതുവഴിയാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ. നോക്കി പോകണം. നല്ല മുള്ളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് പോകണം. ഇത് കണ്ട, ഇതാണ് സ്പോട്ട്. അല്ല, ഇങ്ങനൊരു സ്പോട്ട് ഇനി വന്നിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനൊരു സ്പോട്ട് നമ്മളെ ഇവിടെ ഈ കടയ്ക്കൽ, കൊല്ലം ജില്ലയിൽ കടയ്ക്കലുണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നോ? അതാണ്. അറിഞ്ഞുകൂടാത്ത കുറേ പേരാണ്. എല്ലാവരും വരണം കേട്ടോ. നമ്മൾ ഓള വഴി എന്ന് പറഞ്ഞതാ. ഇനി അങ്ങ് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. താഴോട്ടാണ് നമ്മളിനി പോകേണ്ടത്. തളനാളിയാ, അഡ്വഞ്ചർ. അതായത് ഒരു അഡ്വഞ്ചറായിട്ടുള്ളൊരു ട്രിപ്പ് അല്ലേ. ഇത് നമ്മുടെ കടയ്ക്ക് വിപ്ലവമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ഥലമാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ പറയാൻ മറന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് മാറ്റിടാൻപാറ. ഈ സ്ഥലം നമ്മുടെ കൊല്ലം ജില്ലയിൽ കടയ്ക്കലിൽ ആണ് ഈ സ്ഥലം വരുന്നത്. വേറൊരു വൈബ് സ്ഥലമാണ് കേട്ടോ. വേറെ വൈബ് സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. ഇതാണ് ഗുഹ കേട്ടോ. ഇത് ഫസ്റ്റ് ഗുഹ. നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഈ ഫസ്റ്റ് ഗുഹ. ഇത് കണ്ട, ഇതാണ് ഗുഹ. എങ്ങനെ ഉണ്ടടാ? എല്ലാവരും വരണമല്ലേ? നല്ല തണുപ്പില്ലേടിയാ? ഇത് കണ്ട, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇത് ഒരു അതായത് നമ്മുടെ ഈ കൊടൈക്കനാലിൽ നമ്മളെ ഗുണ കേവ് പോലത്തെ അതേപോലെ അല്ലെങ്കിലും ഇത് ഒരുപാട് ഗുഹകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഒന്നാമത്തെ ഗുഹ. ആ ഗ്യാപ്പിലുണ്ടോ
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ഗുഹയല്ല, നമുക്കിതാ പുറത്തോട്ട് പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ചെന്ന് ഇതാണ് വ്യൂ. ഇതാണ് നമ്മൾ വന്ന ആ ഗുഹ എന്ന് പറയുന്നത്. ആ സ്പോട്ടിലായിട്ട് വരും നമ്മളെ ജഡായുപ്പാറ, ഏറ്റവും വലിയ പക്ഷി ശില്പം. സൂം ചെയ്താൽ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടളിയാ. കാണാൻ പറ്റും. ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ജഡായുപ്പാറ. ഇവിടെ നിന്ന് ജഡായുപ്പാറ കാണാൻ. പാറക്കല്ല് കൊത്തി വെച്ചേക്കണെന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കിയാൽ മൊത്തം വണ്ടാണ്. ഫുള്ള് വണ്ട്. അതായത് നമ്മളെന്താ കരിവണ്ടെന്ന് പറയല്ലേ, വേറെ ചെള്ള്, കരിഞ്ചെള്ളെന്ന് പറയും നമ്മൾ. ഇത് കണ്ട മൊത്തം കരിവണ്ട് ഈ ഭാഗത്ത് ഫുള്ള് അത് തന്നെ. കാരണം ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കരിവണ്ടിൻ്റെ ശല്യം എല്ലായിടത്തും കാണും. ഈ മോളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ അഞ്ചൽ സിറ്റി ഫുള്ള് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ കടയ്ക്ക ലൊക്കാലിറ്റി ഫുള്ള് കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് സത്യം പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ഈ മാറ്റിടാൻ പാറ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്കും അറിഞ്ഞൂടാ. എത്ര പേര് ഈ വ്ളോഗ് ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഡെസ്റ്റിനേഷൻ ഒരുപാട് പേർക്കും അറിയാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന ഈ സ്ഥലം. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഈ ഒരു സ്ഥലം. അടുത്ത ഗുഹയിലോട്ടാണ് അപ്പം നമ്മൾ പോണത് കേട്ടോ. അടുത്ത സ്പോട്ടിലോട്ടാണ് പോണത്. തളർന്നാളിയാ, നിനക്കാണ് വെള്ളം കൊണ്ടുവന്നത്, നീ കൂടി വെള്ളം കൂടി. അടുത്ത പോകേണ്ടത് ഈ ഇങ്ങോട്ടാണ് കയറി പോകേണ്ടത്. പിന്നെ മുകളിൽ പോയിട്ട് പിന്നെ താഴെ ഒരു ഇതുണ്ട്, അങ്ങോട്ട് ഇറങ്ങണം. ഇനി അങ്ങോട്ട് കയറാൻ വേണ്ടി നിനക്ക് പേടിയ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാക്സിമം ഇവിടെ വരുമ്പോഴത്തേക്ക് ഷൂ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. പക്ഷേ ഇപ്പോൾ പറയണം, നമ്മളാരും ഷൂവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, അലീനും ഷൂവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ എന്താ ചിപ്പർ ഓക്കെ ചാടിയാ. ഇനി എന്നാരുടെ പിടിച്ച് കയറ്റുന്നത്? ഇത് കണ്ട നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഈ പാറയെ ചവിട്ടി ആ പാറയിലോട്ട് കാണാം. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാറ തെന്നിയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം വവ്വാലുകളാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അങ്ങോട്ട് പോകണതിന് റിസ്ക്കാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഫുള്ള് വവ്വാലുകളാണ്. അടി തന്നെ നാട്ടെ പേടിച്ച് വിറച്ചിരിക്കുന്നു കണ്ട. ഈ വഴിയാണ് നമുക്ക് പോവാൻ. പക്ഷേ അതിനകത്ത് നല്ല വവ്വാലൊക്കെ ഉണ്ട്. പക്ഷേ പോകണമെന്നുണ്ട് ഒരു തവണ. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് വവ്വാലൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തായാലും ഒരു സ്പോട്ടിൽ വഴി നമ്മളത് ഒരു സ്പോട്ട് വഴി അപ്പുറം വഴി കറങ്ങി നമുക്ക് പോകാം. പക്ഷേ ഇതുവഴി നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാലും നമുക്ക് റിസ്ക്കാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കയറാൻ പറ്റില്ല. അതാണ് ഒന്നതൊക്കെ. എന്നാലും തിരിച്ചിറങ്ങി വേറെ സ്പോട്ട് വഴി പോയാലോ? അപ്പുറം വഴി ഒരു വഴിയുണ്ട്, അപ്പോൾ അതൊരു പോവാം. എന്തായാലും നമ്മൾ വന്നില്ലേടേ, സബ്സ്ക്രൈബ്സിനൊക്കെ ഇത് കാണിച്ചു കൊടുക്കണ്ടേ? അങ്ങോട്ട് നമുക്ക് ഇറങ്ങി ഇനി ഈ താഴോട്ട് അങ്ങോട്ട് പോകണം. അവൻ ഇറങ്ങി നേരത്തെ നിന്ന് അവൻ അതിൻ്റെ ആ ഒരു ഇത് കേട്ടപ്പോഴേ അവൻ ചാടിയെങ്കിൽ താഴെ ഇറങ്ങി. നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് ഇനി അടുത്ത സ്പോട്ട് വഴി നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി പോകുമ്പോഴത്തേക്ക് നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി കണ്ടിട്ട് വരാം. എന്തായാലും ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അവൻ്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അവനാണ് ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ായിട്ടുള്ള വഴിയാണ് ഇതേപോലെ മുള്ളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ മുള്ളം പന്നി, വവ്വാലി, പന്നി. ഇത് പന്നി നമുക്ക് എവിടെ കിടക്കണം നമുക്ക് പറയാൻ പറ്റത്തില്ല, എപ്പോഴാണ് വരുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്രയ്ക്ക് സൂക്ഷിച്ച് വേണം ഈ സ്ഥലത്ത് വരാമെങ്കിൽ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇനി വരുന്ന സ്പോട്ട് വരുന്നത്. നമ്മൾ എന്നാലും അങ്ങോട്ടൊന്ന് പോവാം. അടാ വെട്ടം കിട്ടുമോടാ? വെട്ടത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ അതൊരെണ്ണം നമുക്ക് കാണിക്കണമല്ലോ. തീർച്ചയായും നമ്മുടെ സൂര്യമാമ ഇത്തിരി ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അടുത്ത ഗുഹ കാണണമെന്നുണ്ടെങ്കിൽ ഇത് വേണ്ട, ഇതിനകത്ത് വീണാൽ തീർന്നു കേട്ടോ. അങ്ങ് താഴോട്ട് വയ്ക്കാണ്. ഇത് കണക്കല്ല, നിങ്ങൾ കാണും കണക്കല്ല, നല്ല ആഴമുണ്ട് കേട്ടോ. ഇവിടെയല്ലേ വവ്വാലിനെ കണ്ടത്? ശരിയാണ്. നമ്മുടെ ഈ ഗുഹയിൽ ഈ സ്പോട്ടിലാണ് നമ്മൾ വവ്വാലിനെ കണ്ടത് കേട്ടോ. എന്നെ കണ്ട സ്പോട്ട് ഇതാണ്. അങ്ങനെ എന്തായാലും പാറപ്പുറത്ത് കയറി. ഇവിടെ പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പാറ, ഇവിടെ ഒരു പാറ, ഇവിടെ ഒരു പാറയായിട്ടാണ് ഇങ്ങനെ തിരിക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ല ആരോ കൊണ്ടുവച്ചതുപോലെ അല്ലേ?
ആരും ഇവിടെ ഇതേപോലെ കൊണ്ടുവച്ച മാതിരിയാണ് ഇത് ഈ ഒരു പാറയുടെ ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല മഞ്ഞായിരിക്കും ഇവിടെ. ഒരു തവണ നമ്മൾ വന്ന സമയത്ത് മഴ സമയമായിരുന്നു. അന്ന് നമ്മൾ ഈ മഴ പെയ്തപ്പോൾ ഈ ഗുഹയ്ക്കകത്തൊക്കെയാണ് കയറി നിന്നത്. അന്ന് അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ മോളിക്കൽ നല്ല വ്യൂ ആയിരുന്നു. അതായത് നല്ല മഞ്ഞും മൂടൽ മഞ്ഞും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വേറെ 2-3 ഗുഹകളും കൂടെ ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി തപ്പിയാണ് ഇനി നമ്മൾ നടക്കുന്നത്. ഇനി വേറൊരു വഴി ഉണ്ടെന്ന് പറയുന്ന കേട്ട്. നമ്മൾ എന്തായാലും ആ വഴി ഒന്ന് പോയി നോക്കാം. അളിയാ ജിഷ്ണു, അളിയാ അപ്പം എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലോട്ടൊന്ന് പോവാല്ലേ? പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? പിന്നെ നമ്മൾ ഏത് ഗുഹയിലായാലും കയറുമെന്നാണ് പറഞ്ഞേക്കണത്. എന്നാൽ ഫസ്റ്റ് അളിയ ഓട്ടക്കാണല്ലോ. എന്തായാലും സത്യം പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇന്ന് ചെറുക്കനെ വിളിച്ചോണ്ട് അളിയെ ഇപ്പം വരാതെ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചോണ്ട് ഇറങ്ങിയാണ്. ഇവൻ്റെ പെണ്ണുപിള്ള ഇറങ്ങിയെന്ന് ഇന്നത്തെ എൻ്റെ കാര്യം തീർന്നു. എന്തായാലും നമുക്ക് ഈ വന്നേലും നിനക്ക് നഷ്ടമില്ലല്ലോ. ഇങ്ങനെ സ്പോട്ട് ഉണ്ടെന്ന് നിനക്ക് അറിയാൻ പറ്റിയല്ലേ? അല്ലേ? ഈ ഒരു ഗുഹ അടിപൊളി തന്നെ. പക്ഷേ അല്ലേ, ഈ ഒരു ഗുഹ പക്ഷെ അത് നമുക്ക് എന്താണ് ഇതാ ഇവിടുന്ന് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അന്ന് വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അന്ന് വന്നപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അടുത്ത സ്പോട്ട് വരുന്നത് അങ്ങോട്ട് കാണിക്കല്ലേ, അതിൻ്റെ മുകളിലാണ്. പക്ഷെ നമുക്ക് പോകേണ്ട രീതിയാണ് ചരിഞ്ഞ പാറ വഴിയാണ് നമ്മൾ കയറുന്നത്. കയറാൻ വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഇതുവഴിയാണ് നമ്മൾ കയറുന്നത്. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളിത് കാണിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും. ഇനി നമ്മളിതിൻ്റെ മുകളിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കയറി പോവാം. നല്ല ആയിപ്പുണ്ട് കേട്ടോ. നല്ല മച്ചന്മാരെ, അപ്പം എന്താണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിയൊക്കെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കയറി, ഞാൻ പറഞ്ഞില്ലേ, ഈ മുകളിലോട്ട് കയറി വരാൻ തന്നെ ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയൊക്കെ പെയ്തിരുന്ന ടൈമിൽ എന്തായാലും ആരും ഇങ്ങോട്ട് വരാൻ നോക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തെന്നും കയറി വരാനോ പിടിച്ച് കയറാനോ യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ഇവിടെ ഇല്ല. നമ്മളെ സ്വന്തം റിസ്കിൽ നമ്മളിങ്ങനെ മുകളിൽ കയറി കഴിഞ്ഞാൽ കയറിയതാണ്. ഇനി നമ്മളെ ചിന്ത ആകുന്നതല്ല എങ്ങനെ നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങും, അതാണ്. എന്നാലും നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇതിൻ്റെ മുകളിൽ ഞാൻ കയറി ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തന്നിരിക്കും. അപ്പോൾ ജിഷ്ണു കളിയാ, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഇല്ല കളിയാ? നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടോ, ഈ കാണുന്നത് ഫുള്ള് കടക്ക എവിടെയാണ്, കടക്ക മേഖല. ഇവിടെ നിന്നാണ്ട് നല്ല പോലെ നമുക്ക് വേണ്ട ഈ ഭാഗത്ത് നമുക്ക് ജടായിപ്പാറ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പോലെ നമുക്ക് ജടായിപ്പാറ നമുക്ക് ഇത് കാണാൻ പറ്റും. ഞാൻ പറയണത് എത്രമാത്രം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ നല്ല കാറ്റാണ്, അതുകൊണ്ട് എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വേറൊരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ, വേറൊരു വഴി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതാ ഇതുവഴിയാണ് പോകേണ്ടത്. നമ്മളിതാ ഇതുവഴി പോയിട്ട് ഇതാ അങ്ങ് താഴെ ഇറങ്ങി വേണം പോകാൻ വേണ്ടി. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് പോണ കാര്യം ഞാൻ പറഞ്ഞതുപോലെ വേറെ റിസ്ക്കാരും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ അവിടെ ഫുള്ള് കാടും ഇതൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. പാമ്പോ കാര്യങ്ങളോ ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറിയാൻ വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും പക്ഷേ നമ്മൾ ഈ 2 പേര് വന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ. പക്ഷെ ഒരുപാട് 2-3 ഈ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അതേപോലെ തന്നെ ഈ സേവ് ദ ഡേറ്റ്, ഈ ഫോട്ടോഷൂട്ട് ഇതൊക്കെ എടുക്കുന്നവർക്ക്, ട്രഡീഷണൽ രീതിയിൽ എടുക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടക്ക മേഖലയുള്ളവർക്ക് ദൂരെ എങ്ങും പോകാതെ അതാ ഇവിടെ തന്നെ വന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ കാണിച്ചെന്ന ഗുഹയും കാര്യങ്ങളും അതിൻ്റെ ഒരു ഇതിൽ തലത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഗുഹയും കാര്യങ്ങളും കാണണമെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ മാറ്റിടാൻപാറ, ആരും മറക്കല്ല്. ഞാൻ ലൊക്കേഷൻ എൻ്റെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഇപ്പോൾ സപ്പോർട്ടൊക്കെ കുറവാണ്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ അമർത്തി എൻ്റെ വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.